നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്റെ മോൻ എനിക്ക് ജീവനോടെ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒരു നിമിഷം ഞാൻ ജീവിച്ചിരിക്കില്ല. രാമേട്ടൻ എന്നെ നല്ലപോലെ അറിയാം. അതുകൊണ്ട് എങ്ങോട്ടും പോവാതെ എന്റെ അടുത്ത് തന്നെ ഇരിക്കുന്ന ഇന്ന് എന്നെ ഞാൻ നിർബന്ധിച്ചിട്ടാ മോനെ തിരക്കി രാമേട്ടൻ പോയിരിക്കുന്നത്. എല്ലാം കാണുന്ന ഒരാൾ മുകളിലുണ്ട് ഏട്ടത്തി. അതുകൊണ്ട് ഏട്ടത്തി ധൈര്യമായിട്ടിരിക്കും. ഈ കണ്ണീരിനെല്ലാം നല്ലൊരു സന്തോഷം ദൈവം തരും. മക്കളെ വളർത്തി ഒരു നിലയിൽ എത്തിക്കുന്നത് വരെ മാതാപിതാക്കൾക്ക് കാലമുള്ളൂ. അവർക്കൊരു നിലനിൽപ്പുണ്ടായാ പിന്നെ നമ്മളൊക്കെ നോക്കുകുത്തികളാ. ആ വേദന എന്താണെന്ന് അനുഭവിച്ച് തന്നെ അറിയണം. സാരമില്ല, നാളെ അവർക്കും ഇതുപോലൊരു അവസ്ഥ വരും. അപ്പൊ മനസ്സിലാക്കിക്കോളും. രാമേട്ടൻ വന്നോ ജയ? ഇല്ല ഏട്ടത്തി, മണി 7:30 ആയിട്ടുള്ളൂ. ഇപ്പൊ വരും. ഏട്ടത്തി എണീറ്റ് വന്ന് വല്ലതും കഴിക്കും. മെഡിസിൻ കഴിക്കാനുള്ളതല്ലേ. ഈ സമയത്ത് ഉറക്കം തന്നെ പതിവില്ലാത്തതാണ് ജയ. മനസ്സ് കൈവിട്ട് പോയാ അങ്ങനെ തന്നെ ആന്റി. ആന്റി പോയി വല്ലതും കഴിക്കും. ഏട്ടത്തി കരയാതിരിക്കും. സൂര്യ, എന്താടാ ഇവിടെ ഒരു കാര്യമായ സംസാരം? കുറച്ചൊക്കെ ഞാൻ കേട്ടു. അത് ആന്റി ഉറക്കത്തിൽ ധ്രുവനെ സ്വപ്നം കണ്ടാച്ച ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് കേട്ടിട്ടാണ് ഞാൻ പോയത്. പാവം വല്ലാത്തൊരു സ്റ്റേജിലായിപ്പോ ആന്റി. അതിനി മാറണമെങ്കിൽ ധ്രുവം മടങ്ങി വരണ്ടേ? എന്റെ മോനെ, ഞാനൊരു അച്ഛനാ. ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യ എങ്കിലും പറയാ. ധ്രുവൻ ജീവനോടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. ഞാനിത് എന്തുകൊണ്ടാ പറയണമെന്ന് നിനക്കറിയും. ധ്രുവന്റെ കാര്യം നിനക്കറിയാലോ. 1000-ങ്ങളും 10,000-ങ്ങളും ഉണ്ടെങ്കിലേ ഒരു ദിവസം അവന് കഴിയാൻ പറ്റും. അവന്റെ അക്കൗണ്ടിൽ നിന്ന് അവസാനമായിട്ട് പണം പിൻവലിച്ചിട്ടുള്ളത് നിന്റെ കല്യാണ റിസപ്ഷൻ്റെ എന്നാ. അതും വളരെ ചെറിയൊരു തുക. പിന്നീട് ഇതുവരെ 1 രൂപ പോലും അതിൽ നിന്ന് എടുത്തിട്ടില്ല. എന്നോട് പറഞ്ഞത് രാമനാഥൻ തന്നെയാ. അതിന്റെ അർത്ഥം അവൻ ജീവനോടില്ലെന്നല്ലേ? ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചു വേണമെന്ന് ധ്രുവന് കാശില്ലാതെ ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്ത സൗദാബിനെ അവനെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞേ, അവനെന്തോ സംഭവിച്ചിട്ടുണ്ട്. അതും ആ രാത്രി തന്നെ. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് ഇനിയും വ്യക്തമല്ല. ശരിയാച്ച, അച്ഛൻ പറഞ്ഞു വെച്ച് നോക്കുമ്പോ അവൻ അവിടെ വരുമ്പോ അവന്റെ പിന്നാലെ മറ്റാരൊക്കെയോ ഉണ്ടായിരുന്നിരിക്കണം. അവരാവണം അവനെ അവിടെ നിന്ന് കടത്തിയത്. എങ്കിൽ പിന്നെ CCTVയിൽ അത് വ്യക്തമാണ്ടല്ലേ? കിഡ്നാപ്പിങ്ങിന് വരുന്നവരൊന്നും അത്രയ്ക്ക് മണ്ടന്മാരല്ല അച്ഛൻ. നല്ല ട്രെയിനിങ് കിട്ടിയവരായിരിക്കും. CCTV അല്ല, ഇനി ബ്ലാക്ക് കാറ്റുകൾ നിർത്തിയാലും നടത്തേണ്ട കാര്യം അവര് കൃത്യമായിട്ട് നടത്തും. ഇതിപ്പോ അങ്ങനെ എന്തോ ആണ് അച്ഛൻ സംഭവിച്ചിരിക്കുന്നത്. ധ്രുവന്റെ ശത്രുക്കളാരോ അന്ന് അവന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. വന്നവർ ബുദ്ധിപൂർവം അവനെ ലോക്ക് ചെയ്തിട്ടുണ്ടാവണം. കഷ്ടകാലത്തിനാ ഭാവന എന്നവനെ തല്ലേ. അതുകൊണ്ടാണല്ലോ ആ ഗോകുൽദാസ് ഇപ്പോ ഭാവനയുടെയും ബാലുവിന്റെ പിന്നാലെ നടക്കുന്നത്. നിന്റെ അമ്മക്ക് എന്തായാലും നല്ലൊരു കാരണം കിട്ടിയിട്ടുണ്ട് ഭാവനയെ അകറ്റി നിർത്താൻ. ശരിയല്ലേ? അതെ അച്ഛാ, ഇപ്പൊ തന്നെ കിട്ടിയ സമയത്ത് എനിക്ക് കുറെ തന്നിട്ടുണ്ട്. അമ്മ ചെയ്യുന്നതൊക്കെ ശരിയും ഞാൻ ചെയ്യുന്നതൊക്കെ തെറ്റും. അത് തന്നെ ഞാൻ പറഞ്ഞേ. നിന്റെ അമ്മ പറയുന്നതൊക്കെ കുറെയൊക്കെ ഞാനും കേട്ടു. അതുകൊണ്ടാ ഞാൻ അങ്ങോട്ട് വരാഞ്ഞ. ഒന്നാമതേ സവദാമിനെ ആകെ മൂടവിട്ട. അതിനിടയിൽ എന്തിനാ നമ്മളോടി വന്ന് രംഗം വഷളാക്കണേന്ന് ചിന്തിച്ചു. അമ്മയ്ക്ക് അങ്ങനെയൊന്നുമില്ല അച്ഛാ. അമ്മയ്ക്കിപ്പോഴും ഭാവന എന്നിൽ നിന്ന് അകറ്റണം. ആ ഒരൊറ്റ ചിന്തയില് ഓരോ നിമിഷം അമ്മ ജീവിക്കുന്നത്. അതേടാ,
അങ്ങനെ തന്നെയാ ഞാൻ ജീവിക്കുന്നത്. പല്ലവിയെ മോനി കെട്ടിയെന്ന് കരുതി നീയും ഭാവനയും രക്ഷപ്പെട്ടൊന്നും വിചാരിക്കണ്ട. പല്ലവി അല്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടി ഈ വീട്ടിലേക്ക് കയറി വരും. ആദ്യം ധ്രുവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവട്ടെ, എന്നിട്ട് എന്ത് വേണമെന്ന് ഞാൻ നോക്കിക്കോളാം. ഒരു പെൺകുട്ടിയുടെ ജീവിതം അമ്മയും അവളുടെ അച്ഛനമ്മമാരും കൂടി ഭദ്രമാക്കി കൊടുത്തു. ഇനി ആരാണെന്തോ അടുത്ത ഭാഗ്യവതി. ഡാ, നീ എന്നെ പരിഹസിച്ചതല്ലേ? അതേ അമ്മേ, പരിഹസിച്ചു തന്നെയാ. പല്ലവിയുടെ ജീവിതത്തിലേക്ക് മോനി ഭർത്താവായി കിട്ടിയത് അവളുടെ ഭാഗ്യം. അവൻ അത്രയ്ക്ക് നല്ലവനാ. അതുപോലെ ആവില്ല ഇനി നടക്കുന്നത്. ഓഹോ, അത് ശരി. അപ്പോ ഇനിയും ഇതുപോലൊക്കെ തന്നെ സംഭവിക്കുമെന്നാണ് നീ പറയുന്നത്? അതിൽ ഒരു സംശയം വേണ്ടമ്മേ. ഭാവനയല്ലാതെ മറ്റൊരു പെണ്ണിനെയും ഞാൻ താലിയിട്ടില്ല. അതിനിപ്പോ എന്തൊക്കെ സംഭവിച്ചാലും നടക്കാനും പോകുന്നില്ല. നമുക്ക് കാണാം. എന്തിനാ ജയ ഇത്ര വാശി? ഇനി എന്താ കാണാനിരിക്കുന്നേ? ഇപ്പൊ കണ്ടതൊക്കെ പോരെ. പെണ്ണൂരും പിട്ടാലെന്നൊരു ചൊല്ലുണ്ട്. അതാ അന്ന് മണ്ഡപത്തിൽ കണ്ടേ. നിന്റെയും ജാനകിയുടെയും ഒരു പ്ലാനും അവിടെ നടന്നില്ല. പക്ഷേ ആരും പ്രതീക്ഷിക്കാത്തതൊക്കെ അവിടെ നടക്കുകയും ചെയ്തു. എടാ മോനെ, ഈ കണക്കിന് മോനിയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ അവനെ പറഞ്ഞു വിട്ടിട്ട് നിന്റെ ഈ അമ്മ നിന്നെ കൊണ്ട് തന്നെ പല്ലവിയുടെ കഴുത്തിൽ ഒന്നുകൂടി താലിയിട്ടിച്ച. ഭാവനയോടുള്ള ദേഷ്യത്തിന് നിന്റെ അമ്മ അതും ചെയ്യും, അതിന്റെ അപ്പുറവും ചെയ്യും. ദേവേട്ടാ, വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. അങ്ങനെയുള്ള മണ്ടത്തരൊന്നും ഞാൻ ചെയ്യില്ല. ആകെയുള്ളൊരു മകന് ഏട്ടനും ഏട്ടത്തിക്കും നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇവൻ ഭാവനയെ താലി കെട്ടിയ പിന്നെ എന്റെ അവസ്ഥയും ഏട്ടത്തി പോലെ തന്നെ ആവും. ആണോ? കൊള്ളാലോ അമ്മയുടെ പുതിയ അടവ്. ഭാവന അത്രയ്ക്ക് മോശപ്പെട്ടവളാണല്ലേ? എന്നാ പിന്നെ ഞാൻ ആരെയും കല്യാണം കഴിക്കാതെ എന്നും അമ്മയ്ക്കൊപ്പം തന്നെ ജീവിക്കാം. എന്താ? അപ്പൊ പിന്നെ അമ്മ ഒറ്റപ്പെടില്ലല്ലോ. അമ്മ നോക്കണ്ട. ഇങ്ങനെയാണെങ്കിൽ ഒടുവിൽ പറഞ്ഞതേ നടക്കൂ. എന്റെ അമ്മയെ, ഭാവനയെ ഞാൻ എന്നും എന്റെ ഒപ്പം കൂട്ടണമെന്ന് ആഗ്രഹിച്ചത് അവൾ എന്റെ നല്ലൊരു ഫ്രണ്ട് ആയതുകൊണ്ടാ. അതിനിയും അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുന്നില്ല. പകരം എന്നും ഒരു ഫ്രണ്ടായി തന്നെ ഞാൻ അവളോടൊപ്പം കഴിഞ്ഞോളാം. എടാ മോനെ, നീ എന്തിനാ വെറുതെ നിന്റെ അമ്മയോട് വീട്ടിൽ വേണ്ടി കാര്യം പറയുന്നേ? ഒരു ജീവി കൂടി കേട്ട് മറ്റൊരു ജീവി കൂടി കളയാൻ വേണ്ടിയിട്ടാ. വിട്ടേക്ക്. നിന്റെ അമ്മ അവൾക്ക് ഇഷ്ടമുള്ള വഴി കൂടി പോയിക്കോട്ടെ. നമ്മളായിട്ടത് തടയാൻ പോകണ്ട. ഇപ്പൊ കിട്ടിയതുപോലെ തന്നെ ഇനിയും അനുഭവിക്കും, പഠിച്ചോളും. ഏപ്പട്ടെ, അമ്മ ഒരിക്കലും പഠിക്കില്ല സാർ. അമ്മ ഇപ്പോഴും ഭാവന അന്ന് കർണത്തടിച്ച അതേ സീനിലാ നിൽക്കുന്നത്. അതിന് അവള് മാപ്പ് പറഞ്ഞിട്ടും അമ്മയ്ക്കിപ്പോഴും പക തീർന്നിട്ടില്ല. പിന്നീട് അവളോട് അമ്മ കാണിച്ചതെല്ലാം വെറും നാട്യവും. നിന്നെ കൊണ്ട് പലവിയെ കെട്ടിക്കാനായിട്ട് എന്തൊക്കെ അടവുകളായിരുന്നു നിന്റെ അമ്മ എടുത്തത്. ഭാവനയെ ഒപ്പം കൂട്ടുക, എല്ലാ കാര്യങ്ങളും അവളെ ഏൽപ്പിക്കുക. ഓ, ഒടുക്കത്തെ ബുദ്ധിയായിരുന്നു. പക്ഷേ മോളിലിരിക്കുന്ന ആളുടെ ബുദ്ധിയും കണക്കൂട്ടലുകളൊക്കെ വേറെ ആയിരുന്നു, അല്ലേ ജയേ? പറഞ്ഞോ, എത്ര വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ കാണിച്ചു തരാം. ശരിക്കും നിന്റെ അമ്മ ഇപ്പോഴാ പെട്ടുപോയെ. എന്നാലും സൂക്ഷിച്ചോ, അടുത്ത വെടിക്കെട്ടിനുള്ള മരുന്നുമായിട്ട് ഉടനെ എത്തിക്കോളും. ആ, നീ ഒന്ന് നിന്റെ ജോലി നോക്ക്.